ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂക്ലിയസിന് നമുക്ക് സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചും ഡൈനാമിക്കൽ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചും ഒക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസിൽ പെട്ടിട്ടുള്ള ന്യൂക്ലിയർ റേഡിയസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ന്യൂക്ലിയസിന് ഡിഫൈൻ ചെയ്യാൻ നോക്കാം. അത് ന്യൂക്ലിയർ റേഡിയസ് എന്നുള്ളത് ഒരു എന്താ പറയുക, ഇറ്റ് ഈസ് നോട്ട് എ പ്രിസൈസ്ലി ഡിഫൈൻഡ് ക്വാണ്ടിറ്റി ലൈക്ക് atomic radius, since neither the atoms nor nuclei are solid spheres with abrupt boundaries. Since they are not a solid spheres, they are quantum mechanical states. For instance, we might define the atomic radius to be largest mean radius of the various electronic states populated in an atom. നമ്മൾ atomic radius പറയുമ്പോൾ we define the atomic radius to be the largest mean radius of the various electronic states populated in an atom. അതുപോലെ നമുക്ക് ന്യൂക്ലിയസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. നമുക്ക് അങ്ങനെ മാത്രമേ ഡിഫൈൻ ചെയ്യാൻ പറ്റൂ. നമ്മൾ ന്യൂക്ലിയർ റേഡിയസ് ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് യൂസിങ് സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ സ്കാറ്ററിങ് എക്സ്പെരിമെൻ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ന്യൂക്ലിയർ റേഡിയസിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്ന മെറ്റീരിയൽ ആ ടൂൾ അനുസരിച്ച് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റിനനുസരിച്ച് ദ ഡിഫർ. അപ്പോൾ അതിന് വേറൊരു പ്രശ്നം കൂടി എന്താ വെച്ചാൽ as they are quantum mechanical particles, we have to apply the quantum mechanical theories. അപ്പോൾ നമ്മൾ യൂഷ്വൽ മീൻസ് ഓഫ് ഡിറ്റർമിനിങ് ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ടു എക്സാമിൻ ദ റേഡിയേഷൻ സ്കാറ്റേഡ് ഫ്രം ഇറ്റ്. അങ്ങനെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. നമുക്ക് അതിൻ്റെ സൈസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് റേഡിയേഷൻ കൊടുത്തുവിട്ട് തിരിച്ച് വരുന്ന റേഡിയേഷനാണ് നമുക്ക് അതിന് ഇൻഫർമേഷൻ തരുന്നത്. അപ്പോൾ വി ഡു ദി സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ അങ്ങനെ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് നടത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഒരു വസ്തുവിൻ്റെ ഇൻഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഉദാഹരണം നമ്മളെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടാണ് നമുക്കൊരു മനുഷ്യനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ അതിൻ്റെ സൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ കാണുന്നത് വിസിബിൾ ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് എത്രയാണോ അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 നാനോമീറ്റർ അല്ലേ. വയലറ്റ് ലൈറ്റ് എന്താണോ ആ സൈസ് വരെ നമുക്ക് നമ്മൾ ഓപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കാണാൻ പറ്റും കണ്ണുകൊണ്ട്. പക്ഷെ അതിലും ചെറിയ പാർട്ടിക്കിളാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു യൂസ് ഫർദർ സ്മോളർ വേവ് ലെങ്ത് ഫോർ ഒബ്സർവിങ് ദാറ്റ് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ കഴിഞ്ഞ സെമസ്റ്ററിൽ ക്വാണ്ടം മെക്കാനിക്സിൽ പറഞ്ഞ അതേപോലെ തന്നെ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെക്കാളും ചെറിയ സൈസുള്ള വേവ് ലെങ്ത്തുള്ള റേഡിയേഷൻ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് അറിയാം വേവ് ലെങ്ത്ത് മൊമെൻ്റ് എനർജി എല്ലാം റിലേറ്റഡ് ആണ്. അപ്പോൾ വേവ് ലെങ്ത് കുറയുമ്പോൾ എനർജിക്ക് സംഭവിക്കും, എനർജി ഇൻക്രീസ് ആകും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ദ ന്യൂക്ലിയർ ഡയാമീറ്റർ വിച്ച് ഈസ് അബൌട്ട് 10 femtometer. So therefore we require a wavelength of radiation of less than or equal 10 femtometer. That corresponds to a momentum or energy which comes in the range of mega electron volts. So we require a beam of electrons with energies 100 MeV to 1 giga electron volt. ഓക്കെ, അതിന് നമ്മൾ ന്യൂക്ലിയസിന് നമുക്ക് അപ്പോൾ ഹൈ എനർജി പാർട്ടിക്കിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ന്യൂക്ലിയർ പ്രോപ്പർട്ടീസ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ്, ഒരു ഇലാസ്റ്റിക് സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ടാർജറ്റ് ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ ഈസ് റിവോൾവിങ് അറൗണ്ട് ദാറ്റ് ന്യൂക്ലിയസ്. അപ്പോൾ ദിസ് ഈസ് ദി ഡിസ്റ്റൻസ്, ദ പൊസിഷൻ ഓഫ് ദി nucleus from the origin is r prime, then position of the electron is determined by the vector r. Okay, then the distance between the nucleus and the electron is r minus r prime. അപ്പോൾ ഇങ്ങനെ ഒരു സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് ടാർജറ്റ് ഒരു ഹൈ എനർജി ബീം വെച്ചിട്ട് ഒരു സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഫെറിക്കലി
spherical wave നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ the initial electron wave function is of the form e power I k I dot r. We consider the incoming or incoming radiation or spherical radiation wavelets as e power I k I dot r, and their appropriate momentum pi equal to h cross ki. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് അറിയാലോ അല്ലേ? നമ്മൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി, പി ഈക്വൽ ടു എച്ച് ബൈ ലാംഡ, 2π ബൈ ലാംഡ എന്നുള്ളതാണ് കെ. അപ്പം നമുക്ക് 2π മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2π മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ h ബൈ 2π ബൈ ലാംഡ, 2π ബൈ ലാംഡ കെ ആവും, h ബൈ 2π എന്നുള്ളത് h ക്രോസ് ആവും. അപ്പോൾ നമുക്ക് ഈ ടേം കിട്ടും. ദെൻ ദി സ്കാറ്റേർഡ് ഇലക്ട്രോൺ ആഫ്റ്റർ interaction, the incoming radiation will be scattered, and that can be regarded as a free particle of momentum, and the momentum of that particle as pf. That is a pf for final, I for initial. So pf equal to h cross kf, similarly h cross I. And wave function, the scattered wave function, it is also spherical wavelets. നമ്മൾ അതിന് ഇ പവർ ഐ കെ എഫ് ഡോട്ട് ആർ എന്ന് പറയാം. നമുക്ക് ആ ഇൻറ്ററാക്ഷൻ പൊട്ടൻഷ്യൽ നമുക്ക് ഇത് ഇൻറ്ററാക്ഷൻ പൊട്ടൻഷ്യൽ വി ഓഫ് ആർ ഇസ് എ ഫങ്ഷൻ ഓഫ് ആർ പൊട്ടൻഷ്യൽ ദാറ്റ് കൺവേർട്സ് ദ ഇനീഷ്യൽ വേവ് ഇൻ ടു സ്കാറ്റേർഡ് വേവ്. ദെൻ ദ പ്രോബബിലിറ്റി ഫോർ ദ ട്രാൻസിഷൻ നമുക്ക് ഈ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ പഠിച്ചിട്ടുണ്ടോ? d sigma by d omega equal to f of theta phi square modulus of the square of the modulus of f of theta phi. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? f of theta phi എന്നാണ് നമ്മൾ ഇവിടെ ഇത് പറയുന്നത്. വേറെ പേര് ഫോം ഫാക്ടർ എന്ന് പറയും, അല്ലെങ്കിൽ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. നമുക്ക് നോക്കാം എന്താ വരുന്നത് എന്നുള്ള. The transition will be proportional to the square of the quantity. Okay, that is f of ki kf, the initial and final wave numbers ki kf, which is equal to psi f star v of r psi. അതിൽ നമ്മൾ ബ്രായും കെറ്റും പറയാന്നുണ്ടെങ്കിൽ ബ്രാ psi f v of r കെറ്റ് psi i നമുക്ക് എഴുതാം. ഓക്കെ, നമ്മളതിന് സ്ഫെറിക്കൽ വേവ്ലെറ്റ്സ് പറയാന്നുണ്ടെങ്കിൽ ഈ പവർ ഐ ക്യൂ ഡോട്ട് ആർ നമുക്ക് അതിനെ കിട്ടിയത് നോക്കാം. നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് എഫ് ഓഫ് കെ എഫ് പ്രൊപ്പോർഷണൽ ടു ഇൻറ്റഗ്രൽ ഡി എക്സ് ഇ പവർ ഐ കെ എഫ് എക്സ്, നമ്മൾ എക്സ് ഡയറക്ഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ, വി എക്സ് ഇൻറ്റു ഇ പവർ ഐ കെ ഐ ഡോട്ട് എക്സ് എന്ന് കൊടുക്കാം. നമ്മളതിന് ഡി എക്സ് എടുത്തു, ഇ പവർ എക്സ്പൊനൻഷ്യൽ ഈ കെ ഐയും കെ എഫും നമ്മൾ ഒരുമിച്ചെടുത്തു. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടി, ഈ ടേം കിട്ടി. നമുക്ക് ഫൈനലി ഡി എക്സ് വി ഓഫ് എക്സ് ഇ പവർ ഐ ക്യൂ ഡോട്ട് എക്സ്. നമ്മൾ അതിൽ ഫുൾ ടേം എടുക്കുമ്പോൾ ഇത് എക്സ് ഡയറക്ഷൻ അല്ലാതെ എക്സ് വൈ സെഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇ പവർ ഐ ക്യൂ ഡോട്ട് ആർ, ഇവിടെ നമുക്ക് ക്യൂ ഡോട്ട് എക്സ് ആയിരുന്നു, നമുക്ക് ഇ പവർ ഐ ക്യൂ ഡോട്ട് ആർ വി ഓഫ് ആർ ഡി വി നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യൂ ഐ കെ ഐ മൈനസ് കെ എഫിന് നമുക്ക് ക്യൂ ഒന്ന് എഴുതാം, ആണ് ക്യൂ എന്ന് എഴുതിയിട്ടുള്ളത്. ദാറ്റ് ഈസ് കോൾഡ് മൊമെൻറ്റം ട്രാൻസ്ഫർ. അപ്പോൾ മൊമെൻറ്റം ട്രാൻസ്ഫർ ആണ് ചേഞ്ച് ഓഫ് കെ ഐ മൈനസ് കെ എഫ്. ദിസ് ഡിഫറൻസ് ഈസ് നോൺ ആസ് ദി മൊമെൻറ്റം ട്രാൻസ്ഫർ. അങ്ങനെ നമ്മൾ here q equal to ki minus kf, which is essentially the momentum change of the scattered electron, and we also known as the potential. V depends on the nuclear charge density. നമുക്ക് പൊട്ടൻഷ്യൽ അറിയാം, ഈ q1 q2 by 4 pi epsilon 0 r ആണ് പൊട്ടൻഷ്യൽ. നമുക്ക് അത് വെച്ചിട്ട് ഇവിടെ ഒന്ന് നമുക്ക് ന്യൂക്ലിയസ് ആണ്, മറ്റേതൊന്ന് ഇലക്ട്രോൺ ആണ്. അപ്പോൾ വി ആർ ഡിപ്പെൻഡ്സ് ഓൺ ദി ന്യൂക്ലിയർ ചാർജ് ഡെൻസിറ്റി. ന്യൂക്ലിയർ ചാർജ് ഡെൻസിറ്റി നമുക്ക് ഇസെഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻറ്റു ചാർജ് ഇ ഡെൻസിറ്റി റോ ഇ
ഓഫ് ആർ പ്രൈം. ആർ പ്രൈം ഈസ് ദി, നമ്മൾ നേരത്തെ ആ പിക്ചറിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ആർ പ്രൈം ഈസ് ദ കോർഡിനേറ്റ് ഡിസ്ക്രൈബിങ് എ പോയിന്റ് ഇൻ ദ ന്യൂക്ലിയർ വോളിയം ആൻഡ് റോ ഇ ഗിവ്സ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ന്യൂക്ലിയർ ചാർജ്. ഓക്കെ, നമ്മൾ ആ ഫിഗറിൽ കണ്ടിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദി ഇലക്ട്രോൺ ലൊക്കേറ്റഡ് അറ്റ് ആർ feels a potential energy due to the element of charge dq located at r prime. അപ്പോൾ ഇലക്ട്രോൺ ഫീൽസ് എ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദി ന്യൂക്ലിയർ ചാർജ്. അപ്പോൾ അതിന് നമുക്ക് ഡി വി ഈക്വൽ ടു മൈനസ് ഇ ഡി ക്യൂ ബൈ 4πε0 മോഡുലസ് ഓഫ് ആർ മൈനസ് ആർ പ്രൈം എന്ന് എഴുതാം. അപ്പോൾ ഈ ഡി ക്യൂവിന് നമുക്ക് ചാർജ് ഡെൻസിറ്റി, ന്യൂക്ലിയർ ചാർജ് ഡെൻസിറ്റി, അപ്പോൾ ഇത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഇസഡ് ഇ സ്ക്വയർ റോ ഇ ഓഫ് ആർ പ്രൈം ഡി വി പ്രൈം 4πε0 മോഡുലസ് ആർ മൈനസ് ആർ പ്രൈം എന്ന് എഴുതാം. ഓക്കെ, നമുക്കിനി ടോട്ടൽ പൊട്ടൻഷ്യൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഓഫ് ആർ ഈക്വൽ ടു മൈനസ് ഇസഡ് ഇ സ്ക്വയർ ബൈ 4πε0 ഇൻറ്റഗ്രൽ റോ ഇ ഓഫ് ആർ പ്രൈം ഡി വി പ്രൈം ആർ മൈനസ് ആർ പ്രൈം എന്ന് കിട്ടും. നമ്മൾ ഈ ക്യൂ ഡോട്ട്, നമ്മൾ ഇവിടെ ഇക്വേഷനിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ക്യൂ ഡോട്ട് ആറിന് നമുക്ക് ക്യൂ ആർ കോസ് തീറ്റ എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ക്യൂ ഡോട്ട് ആറിന് ക്യൂ ആർ കോസ് തീറ്റ എന്ന് എഴുതാം. ദെൻ ദി ഫോം ഫാക്ടർ എഫ് ഓഫ് ക്യൂ എന്നുള്ളത് നമുക്ക് നോക്കാം എങ്ങനെ കിട്ടുന്നതാണ്. നമ്മൾ സ്ഫെറിക്കലി ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ എടുക്കുന്നത്. സ്ഫെറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ക്യൂഷിൽ ഡി വി നോർമലൈസ്ഡ് റിസൾട്ട് എഫ് ഓഫ് ക്യൂ. ഓക്കെ, നോർമലൈസ്ഡ് റിസൾട്ട്. ഓക്കെ, എഫ് ഓഫ് ക്യൂ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇ പവർ ഐ ക്യൂ ആർ കോസ് തീറ്റ വി ഓഫ് ആർ ഡി വി നമുക്ക് എഴുതാൻ പറ്റും. ആ വി ഓഫ് ആറിനെ നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ചാർജ് ഡെൻസിറ്റിയിൽ നമുക്ക് എഴുതി കഴിഞ്ഞാൽ നോർമലൈസ്ഡ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ക്യൂ ഈക്വൽ ടു ഇ പവർ ഐ ക്യൂ ഡോട്ട് ആർ റോ ഇ ഓഫ് ആർ പ്രൈം ഡി വി പ്രൈം എന്ന് എഴുതാം. അപ്പോൾ ഡി വി പ്രൈം ഡി ക്യൂബ് ആർ നമുക്ക് എടുത്ത് കഴിഞ്ഞാൽ വോളിയം കമ്പോണൻറ്റ് നമുക്ക് സ്ഫെറിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ എഴുതാം. സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ എഴുതുമ്പോൾ ഡി വി നമുക്ക് ഡി ഫൈ ആർ സ്ക്വയർ ഡി ആർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ എന്ന ഫോമാറ്റിൽ നമുക്ക് കിട്ടും. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ സ്ക്വയർ, ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ സ്ക്വയർ ഡി ആർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. ഓക്കെ, നമ്മൾ അതിനെ വെച്ചിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി വി വിൽ ഗെറ്റ് എഫ് ഓഫ് ക്യൂ ഈക്വൽ ടു, നിങ്ങളും ചെയ്ത് നോക്കൂ കേട്ടോ എങ്ങനെ കിട്ടുന്നതെന്നാണ്. ഫൈനലി വി വിൽ ഗെറ്റ് 4π/q ഇൻറ്റഗ്രൽ സൈൻ ക്യൂ ആർ പ്രൈം റോ ഇ ഓഫ് ആർ പ്രൈം ഡി ആർ പ്രൈം എന്ന് കിട്ടും. അപ്പോൾ ദിസ് ക്വാണ്ടിറ്റി ഈസ് എ ഫങ്ഷൻ ഓഫ് ക്യൂ. ഓക്കെ, and we have initially assumed that the scattering is elastic, therefore initial momentum equal to final momentum. The quantity f of q is known as a form factor. നമ്മൾ ഒരു ഫോറിയർ ട്രാൻസ്ഫോം വെച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ദാറ്റ് ഈസ് an inverse Fourier transformation, then gives the charge density, nuclear charge density. And from the experiments we have found that the central nuclear charge density is nearly the same for all nuclei. Though nucleons do not seem to congregate near the center of the nucleus, but instead have a fairly constant distribution out to the surface. അപ്പോൾ ന്യൂക്ലിയോൺസ് സെൻറ്ററിൽ എല്ലാം എന്താ പറയുക കൺഫേം ചെയ്തിട്ടല്ലാതെ ദേ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദി സം ഏരിയ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്തെടുത്തു, ദസ് എ നമ്പർ ഓഫ്
nucleons per unit volume is roughly constant. The number of nucleons per unit volume is roughly constant. അപ്പോൾ നമുക്കത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ്, ദാറ്റ് ഈസ് അറ്റോമിക് നമ്പർ ബൈ വോളിയം at a by 4 by volume of the sphere, 4 by 3 pi r cube. R is the radius of the nucleus, r cube, which is approximately equal to a constant. ഈ assumption നമ്മൾ എടുത്തതാണ്, where r is the mean nuclear radius. Thus by rearranging this equation നമ്മൾ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ thus r is proportional to a power 1 by 3. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കുക. ആൻഡ് ഡിഫൈനിങ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് R0, നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് നമുക്ക് അതിന് R0 നോക്കുമ്പോൾ R ഈക്വൽ ടു R0 a power 1 by 3 നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് ഫ്രം ദി ഇലക്ട്രോൺ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്സ് it is concluded that R0 is approximately equal to 1.2 femtometer. This is the image for the charge distribution. This is a distance r, this is the charge density, the radial charge distribution of several nuclei determined from electron scattering. നമുക്ക് കാണാൻ പറ്റുന്നത് charge density is almost constant for a particular distance, 1 or almost 2 femtometer. It is almost constant for some of the nucleus, smaller nucleus, and for larger nucleus it is constant for about 5.5 femtometer. Okay, അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് ഇതിൽ നമ്മൾ അസ്യൂം ചെയ്തു R0 is about 1.2 femtometer. The charge density and a figure നമുക്ക് നോക്കാം. The charge density is roughly constant out to certain point and then drops relatively slow to zero. The distance over which this drop occurs is nearly independent of the size of the nucleus and is usually taken to be constant. We define the skin thickness parameter T as the distance over which the charge density falls from 90% to its central value to 10%. The skin thickness parameter, which is T, is approximately about 2.3 femtometer. അപ്പോൾ ഈ ചാർജ് ഡെൻസിറ്റി ഡിക്രീസ് ആവുന്ന ഈ പോർഷന് നമ്മൾ സ്കിൻ തിക്നെസ് എന്ന് പറയും. ഓക്കെ, ഇത് അപ്പോൾ ഈ ഓൾമോസ്റ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൺസ്റ്റൻറ്റ്, വിച്ച് ഈസ് ഓൾമോസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ത്രൂ ഔട്ട് ദ ന്യൂക്ലിയസ്. അപ്പോൾ കുറച്ച് പോർഷനിൽ മാത്രമേ ആ ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ അല്ലാതെ കാണുന്നുള്ളൂ. ആ പോർഷനെ നമ്മൾ സ്കിൻ തിക്നെസ് എന്ന് പറയും. നമ്മൾ ഫിഗർ 3.5 നോക്കാം. 3.5 നമ്മൾ ഈ എക്സ് ആക്സിസിൽ എ പവർ 1/3 എടുത്തു, വൈ ആക്സിസിൽ സ്ക്വയർ റൂട്ട് ഓഫ് r² എടുത്തു. This is the RMS nuclear radius determining from the electron scattering experiments. The slope of the straight line gives R0 equal to 1.23 femtometer. Okay, ഇങ്ങനെ നമുക്ക് R0 കണ്ടുപിടിക്കാം. പ്ലോട്ട് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ലോവർ ഓർ സ്മോളർ ഓർ ലാർജർ ന്യൂക്ലിയസിന് R0 എന്നുള്ള സ്ലോപ്പ് എന്നുള്ളത് 1.2 femtometer എന്ന റേഞ്ചിൽ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ the figure 3.5 shows a more quantitative determination of the relationship between the nuclear radius and mass number. Based on electron scattering results, the root mean square radius r square root of r², the expectation value, is reduced directly from the distribution of scattered electrons. For a uniformly charged sphere, r² equal to 3/5 r², where r is the radius of the sphere.
And that figure also shows that the dependence of R on a power 1 by 3 is approximately valid over the range from the lightest to the heaviest nuclei. From the slope of the line we deduce R0 equal to 1.23 femtometer. ഈ ഫിഗറാണ് കേട്ടോ. ഈ ഫിഗറിൻ്റെ സ്ലോപ്പിൽ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് R0 കണ്ടുപിടിക്കാം. It is also assumed that the electron feels the Coulomb's attraction of a point nucleus V of R equal to minus ZE square by 4 pi epsilon 0 R. And we also know that the real nucleus is not a point particle. The electron wave function can penetrate to R less than R into the nucleus, and thus the electron spends part of its time inside the nuclear charge distribution, where it feels a very different interaction. In particular, R tends to 0, V of R will not tend towards infinity for a nucleus with non-zero radius. As a rough approximation, we can assume the nucleus to be uniformly charged sphere of radius r, for which the potential energy of the electron for r less than or equal to r is V prime of r equal to minus ZE square by 4 pi epsilon 0 r into 3 by 2 minus 1 by 2 r by r whole square. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഇത് നമ്മൾ ഇലക്ട്രോ ഡൈനാമിക്സ് ഗ്രിഫിത്തിൻ്റെ പുസ്തകത്തിൽ ഇതേ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. പക്ഷേ ഇത് എക്സാമിന് ഡെറിവേഷൻ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളിങ്ങനെ ഡയറക്റ്റായിട്ട് എഴുതിയാൽ തന്നെ മതി. നിങ്ങൾ ഡെറിവേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഗ്രിഫിത്തിൻ്റെ ഇലക്ട്രോ ഡൈനാമിക്സിൻ്റെ പുസ്തകം നോക്കിയാൽ മതി. പൊട്ടൻഷ്യൽ എനർജി പറയുന്നിടത്ത് the total energy E of the electron in a state psi n of a point nucleus depends the expectation value of the potential, which is equal to psi star n v psi n dv. നേരത്തെ കണ്ടതുപോലെ തന്നെ. Then the point nucleus Coulomb potential energy, where V is the point nucleus Coulomb potential energy. If you assume that changing from a point nucleus to uniformly charged spherical nucleus does not significantly change the electronic wave function psi n, then the energy E prime of the electron in a state of a uniformly charged spherical nucleus depends on the expectation value of the potential V prime. Therefore, expectation value of the V prime equal to integral r less than r psi n prime V prime psi n dv plus integral r greater than r psi n star v psi n dv. Well, the second integral involves only 1 by r potential energy. The effect of the spherical nucleus is thus to change the energy of the electronic state relative to the point nucleus value by delta E equal to E prime minus E. നമ്മൾ പൊട്ടൻഷ്യൽ എഴുതുമ്പോൾ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് വി പ്രൈം മൈനസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് വി. Using the oneness hydrogenic wave function, we can write delta E equal to E square by 4 pi epsilon 0 for Ez power 4 A03 integral 0 to R E power minus 2 Z R by A0 equal bracket 1 by R minus 3 by 2R plus 1 by 2 R square by R cube into R square dr. The exponential factor, this is almost unity because R by A0 is 10 power minus 5. And solving this equation, we can write delta E equal to 2 by 5 is at power 4 E square R square by 4 pi epsilon 0 into A0 cube. On says no kata. This delta E is the difference between the energy of the first oneness state in an atom with a point nucleus and the oneness energy in an atom with a uniformly charged nucleus of radius r. The latter is a fair approximation to real nuclei. If we could only find supply of atoms with point nuclei, we could measure delta E and reduce it, but it is not possible because there is no point nuclei. Therefore, let us instead measure and compare
the K-X-ray energy എന്ന് പറയുമ്പോൾ transition from 2p to 1s electronic transition in two neighboring isotopes of mass number A and A prime. നമുക്ക് അങ്ങനെ അത് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഈ K of A ഈ K of A prime ആ ട്രാൻസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. If you assume that 2p energy difference is negligible, the remaining 1s energy difference reduced to the difference between delta E values of equation 3.13 നമ്മളിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, because E1s approximately equal to E power E prime equal to E plus delta I, and the point nucleus values E would be the same for isotopes A and A prime. Thus Ek of A minus Ek of A prime equal to delta A prime minus delta E A. ഉള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി നമുക്കിങ്ങനെ എഴുതാം. എനർജി ഡിഫറൻസ് -2/5 ഇസഡ് ഒരു പുസ്തകം എടുത്തിട്ട് എഴുതി നോക്കട്ടോ. Z⁴ E²/4 epsilon 0 1/A0 cube R0 square into A⁴ 2/3 - A prime 2/3. This quantity is called the K-X-ray isotope shift. ഇത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. And a plot against A⁴ 2/3 of a sequence of isotope shifts of different isotopes A all compared with the same reference A prime should give a straight line from whose slope we could deduce R0. നമുക്ക് അങ്ങനെ R0 നമുക്ക് എടുക്കാം. The slope, however, does not give a reasonable value of R0 because 1s wave function used in equation is not a very good representation of the true 1s wave function. Detailed calculations that treat the 1s electron relativistically and take into account the effect of other electrons give a more realistic relationship between the slope of figure 3.6 നമ്മളിവിടെ എടുത്ത് 3.5 3.6 ഇവിടെ കൊടുത്തിട്ടുണ്ട്. K-X-ray isotope shift നിങ്ങൾ ബുക്കൊന്ന് നോക്കുക കേട്ടോ. The resulting values are in the range of 1.2 femtometer. This, which is in agreement with the results of electron scattering experiments. അപ്പോൾ ഇന്നത്തെ നിങ്ങളൊന്ന് പുസ്തകം വെച്ചിട്ടൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.